ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു ഇന്ത്യൻ എയ്റോസ്പേസ് ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. അവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജൈനുലാബ്ദീൻ മരയ്ക്കയാർ ഒരു ബോട്ടുടമയും ഒരു പ്രാദേശിക പള്ളിയുടെ ഇമാമുമായിരുന്നു. അമ്മ ആഷിയാമ്മ ഒരു വീട്ടമ്മയായിരുന്നു. കലാം തൻ്റെ ഉന്നത പഠനത്തിന് ശേഷം അടുത്ത 4 പതിറ്റാണ്ടുകൾ ശാസ്ത്രജ്ഞനായും സയൻസ് അഡ്മിനിസ്ട്രേറ്ററായും ചെലവഴിച്ചു. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO എന്നിവയിൽ അദ്ദേഹം സുപ്രധാന പദവികൾ വഹിച്ചു. ഇന്ത്യയുടെ സിവിലിയൻ ബഹിരാകാശ പദ്ധതിയിലും സൈനിക മിസൈൽ വികസന ശ്രമങ്ങളിലും അടുത്ത പങ്കാളിയായിരുന്നു. ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യയുടെയും വികസനത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെട്ടു. 1998 ഇന്ത്യയുടെ പൊക്രാൻ 2 ആണവ പരീക്ഷണങ്ങളിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. 2002 ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും ആശയവിനിമയവും കാരണം ജനങ്ങളുടെ പ്രസിഡന്റ് എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടു. രാഷ്ട്രപതി എന്ന പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം വിദ്യാഭ്യാസം, എഴുത്ത്, പൊതുസേവനം എന്നീ സിവിലിയൻ ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി. അദ്ദേഹത്തിന് നിരവധി സർവകലാശാലകളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ചു. ISRO, DRDO എന്നിവയുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര ഉപദേഷ്ടാവ് എന്ന നിലയിലുള്ള പങ്കിനും 1981 പത്മഭൂഷണും 1990 പത്മവിഭൂഷണും നൽകി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയ ഗവേഷണത്തിനും ആധുനികവൽക്കരണത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് 1997 കലാമിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചു. ശ്രീ APJ അബ്ദുൽ കലാം നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. പ്രഭാഷണം നടത്തുന്നതിന് ഇടയിൽ 2015 ജൂലൈ 27 83-ാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കലാം അന്തരിച്ചു.